നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമൽ സെൻസേഴ്സ് പറഞ്ഞു. അതിലെ RTD എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ പെൻഡിങ് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. RTDൻ്റെ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ മുതലാണ് കറക്റ്റായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ RTD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് സെൻസിങ് എലമെൻറ്റ് വാരീസ് വിത്ത് ടെമ്പറേച്ചർ. ഇവിടെ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഓക്കെ, ഒരു ആം എന്തിന് സെൻസിങ് എലമെന്റിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളതെല്ലാം ഫിക്സഡ് ആയിരിക്കും. R1 R2 R3 R4 R5 എല്ലാം ഫിക്സഡ് ആയിരിക്കും. ഇവിടെ R2 ആണ് സെൻസിങ് എലമെന്റിനായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വെയ്റ്റ്സ് ഓൺ ബില്ല് നമ്മളെ സെൻസിങ് എലമെന്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ചേഞ്ച് ആവുമ്പോൾ ബ്രിഡ്ജ് ഒന്ന് അൺബാലൻസ്ഡ് ആവും. അൺബാലൻസ് ആവുന്ന സമയത്ത് ഇവിടെയുള്ള ഗാൽവനോമീറ്ററിൽ ചേഞ്ച് വരും. ആ ഗാൽവനോമീറ്ററിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ RTD എന്ന് പറയുന്ന പ്രോസസ്സ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി ഇതില് ചില സമയത്ത് PT100 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. PT100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 എന്ന് പറയുന്നത് അവിടുത്തെ ഓം 100 ഓംസ് എന്നുള്ള ഒരു വാല്യൂ ആണ്. PT എന്ന് പറഞ്ഞെങ്കിൽ പ്ലാറ്റിനം RTD ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് PT100 എന്നുള്ള ഫോർമാറ്റ് ആണ്. പിന്നെ PT200 ഉണ്ട്, PT300 ഉണ്ട്. ദെൻ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നത്. ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സംഭവം. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ഈ ഒരു നീഡിൽ പോലെയുള്ള ഭാഗത്തായിരിക്കും നമ്മുടെ സെൻസിങ് എലമെന്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ അപ്ലിക്കേഷൻസ് എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേറ്ററിൽ നമ്മൾ RTD യൂസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് പ്രോസസ്സിംഗ്, ഗ്രിൽസ്, പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ്, പെട്രോ കെമിക്കൽ പ്രോസസ് ആൻഡ് എയർ ടെമ്പറേച്ചർ മെഷർമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത് തെർമിസ്റ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ തെർമൽ സെൻസേഴ്സ് എന്താന്നുള്ളത് കണ്ടു. RTD എന്താന്ന് പറഞ്ഞു, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ RTD എന്താന്നുള്ളത് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഉള്ള ഒരു ഡിവൈസ് തന്നെയാണ് നമുക്ക് തെർമിസ്റ്റർ. തെർമിസ്റ്റർ ഈസ് സിംപ്ലി സെൻസിറ്റീവ് റെസിസ്റ്റർ ഈസ് എ ടെമ്പറേച്ചർ സെൻസർ. ഇവിടെയും ടെമ്പറേച്ചർ സെൻസിങ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ദ ചേഞ്ച് റാപ്പിഡ്ലി വിത്ത് ടെമ്പറേച്ചർ, അതായത് ചേഞ്ചസ് റാപ്പിഡ്ലി വിത്ത് ടെമ്പറേച്ചർ. എ തെർമിസ്റ്റർ ഈസ് എ ഹീറ്റ് സെൻസിറ്റീവ് ഡിവൈസ് വൂസ് റെസിസ്റ്റൻസ് ചേഞ്ചസ് റാപ്പിഡ്ലി, അതായത് ഏറ്റവും പീരിയോഡിക്കലി അതെന്തെങ്കിലും ചേഞ്ച് ആവും, പെട്ടെന്ന് ചേഞ്ച് ആവും. റാപ്പിഡ്ലി വിത്ത് ടെമ്പറേച്ചറിൽ വരുന്ന റാപ്പിഡ് വാരിയിങ് റെസിസ്റ്റൻസ് ആണ് ഇവിടെയും മെഷർ ചെയ്യുന്നത്. There are made of semiconducting materials. It is made by the semiconductor materials യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. The circuit symbols of the thermistor is shown figure. ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ തെർമിസ്റ്റർ എന്ന് പറയുന്നത് തെർമിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് പല ഓക്സൈഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ മിക്സർ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ് ലൈക്ക് മാഗ്നറ്റീസ്, നിക്കൽ, കൊബാൾട്ട്, കോപ്പർ, ദെൻ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ്, യുറേനിയം, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു തെർമിസ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഡിസ്ക് ടൈപ്പ് ഉണ്ട്, ബ്രീഡ് ടൈപ്പ് ഉണ്ട്, റോ ടൈപ്പ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, തെർമിസ്റ്ററിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. തെർമിസ്റ്റർ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് NTC ആൻഡ് PTC, രണ്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. NTC ഉണ്ട്, PTC ഉണ്ട്. ആ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇറ്റ് ഈസ് PTC, ടെമ്പറേച്ചർ ഡിക്രീസസ് ഇറ്റ് ഈസ് NTC. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു റാപ്പിഡ് ചേഞ്ചസ് ആണ് വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഈ റാപ്പിഡ് പ്രോപ്പർട്ടീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് താഴോട്ടെടുക്കട്ടെ. ഓക്കെ, റാപ്പിഡ് പ്രോപ്പർട്ടീനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മെഷർമെന്റ് കാണിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്തു എന്ന് വിചാരിച്ചു. ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രത്തോളം റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുന്നുണ്ടെന്ന് അറിയാം. 5% ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ്.
അതായത് നമ്മളിപ്പോൾ NTCന്റെ കേസിലാണ് പറയുന്നത്. ഇഫ് യു ആർ 1 degree is റൈസ് മീൻസ് ടെമ്പറേച്ചർ കുറച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ഡിഗ്രി എന്ത് ചെയ്യും, ഡിക്രീസ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ 1 ഡിഗ്രി നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും 5 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചേഞ്ചസ് ആണ്, റാപ്പിഡ് ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടെർമിസ്റ്റർ എന്നുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ടെർമിസ്റ്ററിന്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ ബോക്സ്, ഫ്രിഡ്ജ്, ഇതിലൊക്കെ നമ്മൾ ടെർമിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അയൺ ബോക്സ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതൊരു മാക്സിമം റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കട്ട് ആവും. പിന്നെ നമുക്ക് ആ ചൂട് വീണ്ടും ഡിക്രീസ് ആവുന്ന സമയത്താണ് വീണ്ടും അത് ഇൻക്രീസ് ആവുന്നത്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളിന് അല്ലെങ്കിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേമാതിരി ഫ്രിഡ്ജിലൊക്കെ ഓട്ടോമാറ്റിക് ഓഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കാണാറുണ്ട്. അതേപോലെ എ സി നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചർ ഒരു മിനിമം നമുക്ക് ആവശ്യമുള്ള ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോ ഓഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ടെർമിസ്റ്റേഴ്സിന്റെ പലതരത്തിലുള്ള എക്സാമ്പിൾസ് ആണ്. Then it is due to the high sensitivity they are used for the precision temperature measurements and control and compensation. ഇത് രണ്ടും ടെർമിസ്റ്റേഴ്സ് ആണ്. ഇത് PTC അതായത് പോസിറ്റീവ് ടെമ്പറേച്ചറും ഇവിടെ നെഗറ്റീവ് ടെമ്പറേച്ചറും ആണ് യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് എന്നുള്ള NTC എന്നുള്ള രൂപത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ +T ആണ് കാണിക്കുക, നെഗറ്റീവ് ആണെങ്കിൽ -T എന്നുള്ള ഫോർമാറ്റിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പലതരത്തിൽ ടെർമിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം ഡാറ്റാസ് തന്നെയാണ്, നിങ്ങൾക്ക് നോട്ട്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസും ഉണ്ട്. NTC stands the two basic type of thermals are available, NTC and PTC. നെഗറ്റീവ് തെർമിസ്റ്ററും നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, ഇത് ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുന്നു, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് കൂട്ടുന്നതാണ് PTC. അതിന് -T ആൻഡ് +T എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ കാണിക്കുക. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ PTCൻ്റെയും NTCൻ്റെയും ടെമ്പറേച്ചർ റെസിസ്റ്റൻസിലുള്ള വേരിയേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്. ദിസ് ഇസ് പോസിറ്റീവ്. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഇവിടെ കൂടുതലാണ്, ഇവിടെ നല്ല ഹൈ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്തും കുറയുന്നുണ്ട്, റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി വരുന്നു. ദിസ് ഇസ് NTC ആൻഡ് ദിസ് ഇസ് PTC. ഇതിനത് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി കാണാം. NTCൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതായത് ലോഗ് റെസിസ്റ്റൻസ് ഇൻ ഓംസിൽ ഇപ്പോൾ 1.0, 10, 100. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ 50 ഡിഗ്രി ആവുന്ന സമയത്ത് റെസിസ്റ്റൻസ് നല്ല ഹൈയിലായിരുന്നു. ദെൻ നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത്, ടെമ്പറേച്ചർ ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസും കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ കാണിക്കുന്നത്. ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റൻസ് ഗ്രാഫാണ് ഓഫ് എ തെർമിസ്റ്റർ. ഇതേപോലെ തന്നെ നമുക്ക് എന്തും വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വാല്യൂസ് കൊടുത്തിട്ട് പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ വാല്യൂസും നമുക്ക് വരയ്ക്കാൻ പറ്റും. ദിസ് ഇസ് നെഗറ്റീവ് NTCന്റെ ഒരു ഫിഗർ ആണിത്. നമ്മളിവിടെ ജസ്റ്റ് കണ്ടിട്ടുണ്ട്, ഇവിടെ അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ പറഞ്ഞു ബേസിക് കൺസ്ട്രക്ഷൻസ് മെറ്റാലിക് ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട്, കോപ്പർ, യുറേനിയം ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേരിയസ് ടൈപ്പിൽ ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ബീഡ് ടൈപ്പ്, റോഡ് ടൈപ്പ്, ഡിസ്ക് ആൻഡ് വാഷർ ടൈപ്പ്. ഇതാണ് അതിൻ്റെ ഒരു 2D റെപ്രസെൻറ്റേഷൻ. ഡിസ്ക്, റോഡ്, വാഷർ ആൻഡ് ബീഡ്.
ദെൻ ബീഡിന്റെ ഒറിജിനൽ ഒരു പിക്ചറാണ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ 2D വരയ്ക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഏറ്റവും ഈ ഒരു പോയിന്റ്സിലാണ്, ഏത് പോയിന്റ് സെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെർമിസ്റ്റർ ആണ് ബീഡ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. മൈന്യൂട്ട് പോയിന്റ്സിലുള്ള, ഇവിടെയൊക്കെ ആകുമ്പോൾ ഒരു ഏരിയ മൊത്തമായിട്ടുള്ള ഒരു ഏരിയൻ്റെയാണ് ഇതിലൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരു മൊത്തം ഒരു ഏരിയയിലുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിലുള്ള സെൻസേഴ്സ് ടെമ്പറേച്ചർ സെൻസിങ് ആണ് ബീഡ് തെർമിസ്റ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിൻ്റെ ബീഡ് ടൈപ്പ് ആണ് ഏറ്റവും സ്മോളസ്റ്റ്, ഡയമീറ്റർ 0.15 mm ആൻഡ് ദേ സീൽഡ് വിത്ത് ഗ്ലാസ് ആൻഡ് പ്രോബ്. അതിൻ്റെ ചുറ്റും ഒരു ഗ്ലാസ് പ്രോബ് ഉണ്ടായിരിക്കും. യൂസ്ഡ് ഫോർ ടെമ്പറേച്ചർ മെഷർമെന്റ്സ് ഓഫ് ലിക്വിഡ്സിന്റെ ടെമ്പറേച്ചർ മെഷർമെന്റ്സിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്, സോറി ഒരു സർക്കിൾ ഷേപ്പ് യൂസ്ഡ് വെൻ ഗ്രേറ്റർ പവർ dissipation is required, mounted as a small plate used for temperature control. And washer type ആണെങ്കിൽ similar to disc, having a hole at center suitable for mounting on bolt. ഇവിടെ നോക്കുക, ഇത് വാഷർ ടൈപ്പ് ആണ്, ഇതാണ് ഡിസ്ക് ടൈപ്പ്. ഇതിന്റെ ഒരു സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും, അതിൽ ഒരു ഷാഫ്റ്റ് മോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ദെൻ റോഡ് ടൈപ്പ് ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. റോഡ് ടൈപ്പ് ഹൈ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ RTDയിൽ കണ്ട അതേപോലെ തന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും വർക്കിംഗ് നടക്കുന്നത്. ദിസ് റെസിസ്റ്റൻസ് ഈസ് മെഷർഡ് ബൈ പാസിംഗ് എ സ്മോൾ മെഷർഡ് ഡയറക്റ്റ് കറണ്ട് ത്രൂ ഇറ്റ് ആൻഡ് മെഷറിംഗ് ദ വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ്ഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബ്രിഡ്ജ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു സൈഡിൽ ഒരു ആമിൽ നമ്മൾ സെൻസർ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സെൻസർ ഡിവൈസ് കണക്ട് ചെയ്ത അവിടെ എന്തുണ്ടാവും, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഈ റെസിസ്റ്റൻസ് വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ ബ്രിഡ്ജിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും അല്ലേ. ഈ ഡിഫ്ലക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിലും ഒരു വേരിയേഷൻസ്, ബ്രിഡ്ജ് അൺബാലൻസ് ആകുമ്പോൾ ഗാൽവനോമീറ്ററിലും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ചെക്ക്ഡ് ബൈ യൂസിങ് എ സ്കെയിലിംഗ് ഡിവൈസ്. ഒരു സ്കെയിലിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് അത് മെഷർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിന്റെ അപ്ലിക്കേഷൻസും ഒക്കെയാണ് പറയണേ. അപ്ലിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാം. PTC ഈസ് യൂസ്ഡ് ഫോർ ദ കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ്. നമ്മുടെ അയൺ ബോക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആസ് റീപ്ലേസ്മെന്റ് ഫോർ ഫ്യൂസസ്. കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ PTC, അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കണ്ടക്ടിങ് ഡിവൈസ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ ഫുൾ ഫോം കോഎഫിഷ്യന്റ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്, PTC നമ്മൾ കറണ്ട് ലിമിറ്റിംഗ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഹീറ്റിംഗ് എലമെന്റ് ഇൻ സ്മോൾ ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഓവൻസ്. ഹീറ്റിംഗ് എലമെന്റ്സ് ഇൻ സ്മോൾ ടെമ്പറേച്ചർ കൺട്രോൾഡ് ഓവൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. NTC ഈസ് യൂസ്ഡ് ആസ് റെസിസ്റ്റന്റ് thermometer and NTC thermistor are regularly used in automotive applications. ഓട്ടോമാറ്റിക് അപ്ലിക്കേഷൻസിലൊക്കെ NTC യൂസ് ചെയ്ത് കാണാറുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് സ്മോൾ സൈസിലും അവൈലബിൾ ആണ്, ലോ കോസ്റ്റ് ആണ്, ഫാസ്റ്റ് റെസ്പോൺസ് ഓവർ നാരോ ടെമ്പറേച്ചർ റേഞ്ച്. ചെറിയ ടെമ്പറേച്ചർ റേഞ്ചിൽ തന്നെ നല്ല റെസ്പോൺസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗുഡ് സെൻസിറ്റിവിറ്റി ഇൻ ദി NTC റീജിയൻ. കോൾഡ് ജംഗ്ഷൻ compensation not required due to the dependence of resistance on the absolute temperature, and contact and lead resistance problems not encountered due to large resistance. And the limitation also non-linearity in resistance versus temperature characteristics, and unsuitable for the wide temperature range. Wide temperature range it is not suitable, and very low excitation current to avoid self-heating ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് വെരി ലോ എക്സൈറ്റേഷൻ കറന്റ് ആണ് ഇതിൽ ഉണ്ടാവുന്നത്. നീഡ് ഓഫ്
ഷീൽഡഡ് പവർ ലൈൻസ്, ഫിൽറ്റേഴ്സ് എക്സെട്ര ഡ്യൂ ടു ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് ഷീൽഡിംഗ് പ്രോസസ്സ് അത്യാവശ്യമായിട്ട് വരികയാണ്. ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ തെർമിസ്റ്റർ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ജസ്റ്റ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് നോക്കുക. ഓക്കെ.